നമസ്കാരം. നോക്കാം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ രാജിവെച്ചു. നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ മഹാസഖ്യം വീണു. രാജ്ഭവനിലെത്തി ഗവർണർക്ക് രാജിക്കത്ത് കൈമാറി. NDA മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ വൈകിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും. ഗവർണറുടെ സുരക്ഷ CRPFന് നൽകിയിട്ടും സംസ്ഥാനത്തെ അറിയിക്കാതെ കേന്ദ്രവും രാജ്ഭവനും. ആര് വന്നാലും പ്രതിഷേധങ്ങൾ നടക്കുമെന്ന MP ഗോവിന്ദൻ. സുരക്ഷാ നടപടി കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ നഗ്നമായ ലംഘനമെന്ന് EP ജയരാജൻ. തെരുവിൽ പ്രതിഷേധിക്കുന്നത് ഗവർണറുടെ പദവിക്ക് യോജിച്ചതല്ലെന്ന് K മുരളീധരൻ. രാഹുൽ ഗാന്ധിയുടെ ന്യായ് യാത്ര പശ്ചിമ ബംഗാളിൽ ഇന്ന് പുനരാരംഭിക്കും. പര്യടനം കടന്നുപോകുന്ന വടക്കൻ മേഖലയിൽ വികസന പരിപാടികളുടെ ഉദ്ഘാടനത്തിന് മമത എത്തും. നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുമോ എന്ന ആകാംക്ഷയിൽ ഇന്ത്യ മുന്നണി. CPM കേന്ദ്ര കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട സമീപനങ്ങൾ പ്രധാന അജണ്ട. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഡൽഹി സമരവും ചർച്ചയാകും. മോദി അധികാരത്തിലെത്തിയ ശേഷം രാജ്യത്തിന്റെ കടം കുത്തനെ കൂടിയെന്ന സാമ്പത്തിക വിദഗ്ധൻ പരകാല പ്രഭാകർ. രാജ്യത്തിന്റെ പുരോഗതിയിലല്ല ഭിന്നിച്ച് ഭരിക്കുന്നതിലാണ് സർക്കാരിന് ശ്രദ്ധ. വിമർശനം പുകാസ വേദിയിൽ. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിൽ പുരുഷ ചാമ്പ്യനെ ഇന്നറിയാം. ഡാനിയൽ മെദ്വദേവ് യാനിക് സിന്നറെ നേരിടും. സിന്നർ ആദ്യ ഗ്രാൻഡ് സ്ലാം ഫൈനൽ യോഗ്യത നേടിയത് ജോക്കോവിച്ചിനെ അട്ടിമറിച്ച്. വിശദമായ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ നാടകീയ രാഷ്ട്രീയ നീക്കങ്ങൾക്കൊടുവിൽ ബീഹാറിൽ മഹാസഖ്യം വീണു. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ രാജിവെച്ചു. രാജ്ഭവൻ